സമരം ചെയ്യുന്നവർക്കെതിരെ വിദ്വേഷ പരാമർശം. ടി.ജി. മോഹൻദാസിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുകയും വിദ്വേഷ പരാമർശം നടത്തുകയും ചെയ്ത ടി.ജി. മോഹൻദാസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മോഹൻദാസിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ചിത്രം കയ്യിലേന്തി വായ മൂടിക്കെട്ടി സമാധാനപരമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം പാടി പ്രതിഷേധിച്ചത്. കെ.പി.സി.സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയുടെ ശാന്തി നഗറിൽ ഈ ശാന്തി നഗറിനെ ഒരു അശാന്തി നഗറാക്കി മാറ്റുവാൻ വേണ്ടി പേര് പോലും പറയാൻ അദ്ദേഹം അർഹനല്ല. അദ്ദേഹം എന്നുള്ള പ്രയോഗത്തിന് പോലും ഇയാൾ അർഹനല്ല. ഒരു RSSന്റെ സംഘപരിവാറിൻ്റെ വക്താവ് ഈ പ്രദേശത്ത് ജീവിച്ചിട്ട് ഇയാൾ നടത്തുന്ന ഒരു വർഗീയ വിദ്വേഷം, നമ്മുടെ നാടിൻ്റെ കലാപാഹ്വാനത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ഗൂഢകരമായ സോഷ്യൽ മീഡിയ പ്രചരണം, അത് നടത്തിക്കൊണ്ട് ഇങ്ങേർ പറഞ്ഞത് സമരം ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ പട്ടാളം കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിയുതിർത്ത് ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയണമെന്ന് പറയുന്ന ഒരു വികലമായ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത, ഈ രാജ്യത്തോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുവാൻ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ 28 കോടിയോളം വരുന്ന ജനതയെ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തമിഴിനെയും തെലുങ്കിനെയും ആസാമിയും പഞ്ചാബിയും ഗുജറാത്തിയും മറാഠിയും കാശ്മീരിയും എല്ലാവരെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ കാത്തു പരിപാലിച്ച ഒരു നേതാവുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നേരെ സമരം ചെയ്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാത്മാഗാന്ധി. അവസാനം ആ മഹാത്മാഗാന്ധി ഒരു RSS തീവ്രവാദിയാൽ സ്വന്തം ശരീരത്തിലേക്ക് നിരവധി വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന RSSകാരൻ്റെ വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുമ്പോൾ, ആ നാഥൂറാം വിനായക് ഗോഡ്സെയുടെ പിന്തുണമുറക്കാർ ഇന്ന് നമ്മുടെ കൊച്ചിയിലും അതുപോലെ ഈ ശാന്തിനഗർ അടക്കമുള്ള നമ്മുടെ പ്രദേശങ്ങളിലും എത്തി നമ്മുടെ പ്രദേശത്തെ അശാന്തി നഗറാക്കി മാറ്റുവാൻ, നമ്മുടെ പ്രദേശത്ത് വർഗീയ വിത്തുകൾ പാകിക്കൊണ്ട് ഈ പ്രദേശത്ത് ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടത്തിയപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് 24 മണിക്കൂർ പോലും കാത്തു നിൽക്കാതെ ഈ തീവ്രവാദിക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ള കാര്യം, മാളത്തിൽ പോയി ഒളിച്ചിരുന്നു കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്ക് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് ഗാന്ധിയൻ മാർഗമേ ഉള്ളൂ. അതുകൊണ്ടാണ് വായ മൂടിക്കെട്ടിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ തൊപ്പി ഉപയോഗിച്ചുകൊണ്ട്, മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു സമാധാനപരമായ ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നു. യൂത്ത് കോൺഗ്രസ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് MS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബഷീർ, പ്രശാന്ത് ബാബു, സനിൽ ഈസ, അൻസീർ, മൻസൂർ അലി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ യേശുദാസ്, ഷമീർ വളവത്ത്, ഇബ്രാഹിം കുട്ടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിഫാസ്, റാഫേൽ, നിയാസ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സോഷ്യൽ മീഡിയയിലുള്ള ആ പ്രചരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ വളരെ വലിയ അപമാനമായിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിലൂടെയും മറ്റും വിവാദത്തിൽ സമരം ചെയ്ത, ന്യായമായ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും ആ സമരത്തിൻ്റെ പേരിലുള്ള ആ പ്രതിഷേധം ഇദ്ദേഹം രേഖപ്പെടുത്തിയത് ആ കുട്ടികളെ വെടിവെച്ച് കൊല്ലണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ കൊലക്കുറ്റത്തിനാണ് കൊലക്കുറ്റത്തിനുള്ള പ്രേരണാക്കുറ്റത്തിന് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള, സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൊച്ചി പോലത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഞങ്ങൾക്ക് നാണമാണ് തോന്നുന്നത്. ഈ കൊച്ചിയിലെ ഒരു സ്ഥലത്തും ഇങ്ങനത്തെ ഒരു പ്രചരണമോ അങ്ങനത്തെ ഒരു ജീവിത രീതിയോ ഒരു വിഭാഗീയതയോ ഒരു മതസ്ഥതയോ ഇല്ലാത്ത ഈ കൊച്ചിയിൽ നേരത്തെ ബഹുമാനപ്പെട്ട തമ്പി സുബ്രഹ്മണ്യം പറഞ്ഞ പോലെ മതവിഭാഗീയതക്കുള്ള വിത്ത് പാകുവാനായിട്ട് ഒരാൾ ജന്മം എടുത്തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇദ്ദേഹത്തിനെതിരെ കർശന നടപടിയെടുത്ത് മേലിൽ ഇത്തരമുള്ള ഒരു പ്രസ്താവന ഒരു ഭാഗത്തൊന്നും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കേണ്ടതിന് വേണ്ടി പോലീസ് അധികാരികളും സർക്കാരും
ശക്തമായ നടപടിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. കൊച്ചിയെ ഞെട്ടിച്ച് വസ്ത്രങ്ങളുടെ വില. കൊച്ചി ഇതുവരെ കാണാത്തൊരു വിലക്കുറവ്. സോൾട്ട് ഫാഷനിൽ ഇപ്പോൾ ഫ്ലാറ്റ് 90% വരെ ഡിസ്കൗണ്ട്. ലോകോത്തര ബ്രാൻഡ് വസ്ത്രങ്ങൾ മറ്റെങ്ങും ലഭിക്കാത്ത വളരെ വിലക്കുറവിൽ സോൾട്ട് ഫാഷനിൽ ലഭ്യമാണ്. മെൻസ്, വിമൻസ്, കിഡ്സ് വെയർ എല്ലാ കളക്ഷനിലും ഓഫർ. ഹൂഡികൾസ്, ടീഷർട്ടുകൾ, ജിം വെയറുകൾ എല്ലാം ഇപ്പോൾ വളരെ വിലക്കുറവിൽ സോൾട്ട് ഫാഷനിൽ ലഭ്യമാണ്. വാഫിൾ ടെക്സ്ചർ 2 ടീഷർട്ടുകൾ വെറും 599 രൂപ. കോംബോ ഓഫർ 3 ടീഷർട്ടുകൾ വെറും 499 രൂപ. കൂടാതെ 3 ലേഡീസ് സ്ട്രെയിറ്റ് ഫിറ്റ് പാന്റുകൾക്ക് വെറും 599 രൂപ മാത്രം. ഓഫർ പരിമിതം. സ്റ്റോക്ക് തീരും മുൻപ് വേഗമെത്തൂ. പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കായി ഇന്ന് തന്നെ ചുള്ളിക്കലുള്ള സോൾട്ട് ഫാഷൻ സന്ദർശിക്കൂ.